Hi students, this is the balanced video of generic subroutines. Okay, so far we have discussed what do we mean by generic subroutine and which all lines support generic subroutine. Okay, so now we are going to discuss how generic subroutine is represented in ADA language. Okay, consider this is an program to find minimum of two numbers. Okay, so here we have defined the type as generic. We have given the term generic and we have defined a type T. So T is of generic type and which is private. Next is with function less than x comma y of type T return boolean. Next is the function min. We are calling the function x comma y of type T return T. It is, since here the type is set as private, there should be a with statement. Okay, ഈ with എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ തണ്ടേ ഇവിടെ പറഞ്ഞേക്കുന്നുണ്ടോ, സിൻസ് ഹിയർ ദ ടി ഈസ് പ്രൈവറ്റ് ദർ ഷുഡ് ബി എ വിത്ത് എന്ന് പറഞ്ഞാൽ ക്ലോസ് ഉണ്ടായിരിക്കണം. വിത്തൗട്ട് ദ വിത്ത് ക്ലോസ് പ്രൊസീജിയർ സോർട്ട് വുഡ് നോട്ട് ബി ഏബിൾ ടു കമ്പയർ ദി എലമെൻറ്റ്സ് ഓഫ് എ ഫോർ ഓർഡറിങ് ബിക്കോസ് ദ ടൈപ്പ് ഇസ് ടി ഈസ് പ്രൈവറ്റ്. സിൻസ് നമ്മൾ ഡിക്ലെയർ ചെയ്ത ജനറിക് ടൈപ്പ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ആയിട്ട് സെറ്റ് ചെയ്തത് കൊണ്ട് ദർ ഷുഡ് ഇൻക്ലൂഡ് എ വിത്ത് ക്ലോസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ കമ്പാരിസൺ എന്ന് പറയുന്ന ഓപ്പറേറ്റർ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, സോ ഹിയർ അഡയിൽ നമ്മളിവിടെ എന്താണ് ടൈപ്പ് ടീസ് ആദ്യമേ നമ്മൾ ജനറിക് എന്ന് പറഞ്ഞ കീവേഡ് കൊടുക്കുക, ദെൻ ടൈപ്പ് ടീസ് പ്രൈവറ്റ് എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യുക, ദെൻ സിൻസ് ഇറ്റ് ഈസ് ഗിവൺ ആസ് പ്രൈവറ്റ് ഇറ്റ് ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് ക്ലോസ്. ദെൻ എന്താണ് നമ്മൾ കൊടുക്കുക വിത്ത് ക്ലോസ് വിത്ത് എന്നാണ് ഫംഗ്ഷൻ കൊടുക്കുക, ദെൻ ആ സിമ്പിൾ കൊടുക്കുക, ദെൻ ദ എക്സ് ആൻഡ് വൈ വിച്ച് ഇസ് ഓഫ് ടൈപ്പ് ടി, ദെൻ റിട്ടേൺ ബൂളിയൻ, ദെൻ ഫംഗ്ഷൻ്റെ കോൾ ചെയ്യുന്നു, ദെൻ ആ ഫംഗ്ഷൻ്റെ ഡെഫിനേഷനൊക്കെ നമുക്കറിയാം, ഇഫ് എക്സ് ലെസ് ദാൻ വൈ റിട്ടേൺ എക്സ് അല്ലെങ്കിൽ റിട്ടേൺ വൈ. ഓക്കെ, സോ ദിസ് ഇസ് ദ സിൻടാക്സ് യൂസ്ഡ് ഇൻ അഡ ലാംഗ്വേജിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കും സിൻടാക്സ് യൂസ് ചെയ്യുന്നത്. Now we may just go through the syntax in Java. ജാവയിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് കഴിഞ്ഞാൽ നമ്മൾ എക്സ്റ്റൻസ് എന്ന് പറയുന്ന ക്ലോസ് അല്ലെങ്കിൽ വേർഡ് നമ്മൾ യൂസ് ചെയ്യും. എക്സ്റ്റൻസ് എന്ന കീവേഡ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻഹെറിറ്റൻസ്, ഇവിടെ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞ മെത്തേഡ് വെച്ചും കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ജനറിക് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ വി ഹാവ് ടു യൂസ് എക്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ഇൻഹെറിറ്റ് ഫ്രം ഒന്നുകിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻ്റർഫേസ് അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ഇൻഹെറിറ്റ് ഫ്രം ഇറ്റ്സ് പേരൻസ്. സോ പബ്ലിക് സ്റ്റാറ്റിക് ടി മീൻസ് ജനറിക് ടൈപ്പ് ടി ഇറ്റ് ഷുഡ് എക്സ്റ്റെൻസ് ഫ്രം, ഇവിടെ നമ്മളൊരു ഇൻ്റർഫേസ് ആണ് കമ്പയറബിൾ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. സോ ഹിയർ ദ ടി ഷുഡ് എക്സ്റ്റെൻസ് ഫ്രം കമ്പയറബിൾ, ദ ഇൻ്റർഫേസ് കമ്പയറബിൾ, ആൻഡ് ദെൻ നെക്സ്റ്റ് ഇസ് ദ return data type, it's void, then name of the subroutine is sort, then t of a. T എന്ന് പറഞ്ഞത് that means it's a generic type. A എന്ന് പറഞ്ഞാൽ array. Okay, then if a of I dot compare to, ഈ compare to വർക്ക് ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് എ ഇൻ്റർഫേസ് കമ്പയറബിൾ. ഈ കമ്പയറബിൾ എന്ന് പറയുന്ന ഇൻ്റർഫേസ് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് കമ്പയർ ടു എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ബാക്കി എല്ലാം ജാവയിലെ സോർട്ടിംഗ് പോലെ തന്നെ. So comparable is an interface from the Java standard library that includes the method compare to. Okay, this method returns -1, 0 or 1 respectively depending on whether the current object is less than, equal to or greater than the object passed as the parameter. Okay, next the Java put the type parameter immediately in front of the method's return type. This is a return type. അതിന് മുന്നിലായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ടൈപ്പ് കൊടുക്കുന്നത്. ദ എക്സ്റ്റൻസ് ക്ലോസ് കോൺസ്റ്റൻസ് എ ജനറിക് കൺസ്റ്റൻറ്റ്. ഈ എക്സ്റ്റൻസ് എന്ന് പറയുന്ന ക്ലോസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ഐഡൻറ്റിഫൈ, ദിസ് ഇസ് എ ജനറിക് ടൈപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇൻ ദ കേസ് ഓഫ് സി ഷാർപ്പ് ഈസ് ഓൾമോസ്റ്റ് സിമിലർ ടു ജാവ പോലെ തന്നെയാണ്. ദ ഓൺലി ഡിഫറൻസ് ഇസ് ദാറ്റ് ഹിയർ വി ഹാവ് ടു യൂസ് ദി ഐ കമ്പയറബിൾ ഇൻ്റർഫേസ്. In this C we used a comparable interface, but in the case of C#, you use I comparable. അതാണ് മെയിൻ ഡിഫറൻസ്. ഓക്കെ, C# put the type parameter after the name of the subroutine, that is the name of the subroutine ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ടൈപ്പ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ കൺസ്ട്രെയിൻസ് ദ വെയർ ക്ലോസ്, അതേ കണക്ക് വെയർ എന്ന് പറയുന്ന ക്ലോസും കൂടെ നമ്മൾ ആഡ് ചെയ്യണം ആഫ്റ്റർ ദി റെഗുലർ പാരാമീറ്റർ ലിസ്റ്റ്. ഓക്കെ, റെഗുലർ പാരാമീറ്റർ ലിസ്റ്റിന് ശേഷം വി ഹാവ് ടു ഇൻക്ലൂഡ് ദി എന്താണ് വെയർ ക്ലോസ് ആൻഡ് ദി ടൈപ്പ് ടി. ഓക്കെ, the compiler is smart enough to recognize that int is a built-in type and
ജനറേറ്റ് എ കസ്റ്റമൈസ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സോർട്ട്. ബാക്കിയെല്ലാം സാധാ സോർട്ടിങ്, ജാവയിലെ സോർട്ടിങ് എങ്ങനെയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ്. ഒൺലി മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. ഫസ്റ്റ് വൺ ഇസ് ദി ഐ കമ്പയറബിൾ. മറ്റേത് നമ്മൾ കമ്പയറബിൾ ഇൻ്റർഫേസ്, ഹിയർ വി യൂസ് ദി ഐ കമ്പയറബിൾ ഇൻ്റർഫേസ്. Next is a comparison among generics in C#, C++, Java and C#. Okay. In the case of C++, we use the term template. ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞ ടേമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് മൂന്നിലും നമ്മൾ മെയിൻലി ജനറിക് യൂസ് ചെയ്യുന്നത് ഏത് ലാംഗ്വേജിലാണ്? C++ലാണ്. Java and C# 2.0 provide generic purely for the sake of polymorphism. Polymorphism എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ Java 5 അതേ കണക്ക് C# 2.0യിൽ എന്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്? This generic concept include ചെയ്യുന്നത്. Java's design was heavily influenced by the desire for backward compatibility. The C# designers, though built on an existing language, do not feel as constrained. Okay. So ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ സബ് റൂട്ടീൻ ജനറിക് സബ് റൂട്ടീൻ്റെ കേസിൽ പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.